ഇത് ആരാട്ടനാണ്. രേണുസുതിക്ക് ജീവൻ കൊടുക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞതല്ലേ രേണുസുതിയെ കെട്ട ആരുമില്ല, പാവമാണ്, 2 പിള്ളേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എന്ത് വേലാണ് കാണിക്കുന്നത്? നമ്മളല്ലേ വെറും കള്ളന്മാരായില്ലേ? നിങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറയും നിങ്ങൾ ക്യാൻസർ ആണെന്ന്. എന്നിട്ട് പറഞ്ഞാൽ ഡോക്ടർക്ക് തെറ്റി പറ്റിയാണ്. അതൊക്കെ ഒരുമാതിരി ഉടായ്പ വേല കാണിക്കും. ഞാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം. ഇപ്പം പറഞ്ഞ സിനിമാ നടി മീനയെ കെട്ടിക്കൊള്ളാന്ന്. എന്തിനാണ് ഇത് ചന്തം നോക്കിയാ കെട്ടണത്? മീനയ്ക്ക് ആകുമ്പോൾ പൈസയൊക്കെ ഉണ്ടല്ലോ, രേണുസുതിക്ക് ഒന്നുമില്ല, പാവമില്ല. അത് ஆனால் ഒരുമാതിരി ഈ തെണ്ടിത്തന സ്വഭാവം നിങ്ങൾ കാണിക്കില്ല. നിങ്ങളാണ് ഇത് മൊത്തം പറഞ്ഞു പരത്തിയത്. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കിയാണെന്ന്. ഇത് വേല കാണിക്കല്ല അണ്ണ. പാലും വെള്ളത്തിൽ നമ്മൾ തരും. അവരെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അവരുടെ യാതൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പേരെ കെട്ടാൻ പറ്റും? നിങ്ങൾക്ക് ഒന്നാമത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അല്ലാണ്, ഇംഗ്ലീഷൊക്കെ വളരെ മനോഹരമായിട്ട് സംസാരിക്കും. എന്തെങ്കിലും ആവശ്യമെന്ന് ഒരു സിനിമ ഇറങ്ങിയാൽ തന്നെ നിങ്ങൾ പറയും മോഹൻലാലിൻ്റെ കൊണ്ടുമില്ല, മമ്മൂട്ടിയുടെ കൊള്ള എന്ന് പറയണം നിങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ 2 വള്ളത്തിൽ കാല് വയ്ക്കല്ലേ, പണി പാളുവേ. തിയേറ്ററിൽ കിടന്നത് കിട്ടണമല്ല, നമ്മുടെ നാട്ടിലിട്ട് ഇടിച്ച് ഒതുക്കിക്കളയും. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ രേണുസുതിയുടെ കാര്യം നോക്കുക. അത് മാത്രം മതി. ഇനി ഒരു നടിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. പറഞ്ഞ് മനസ്സിലായ? ഇത് ചുമ്മാ പറയുന്നതല്ല. പയ്യന്മാരാണ്, അലിമ്പാണ്.